ഇവിടെ വന്നിരിക്കുന്നത് മാവേലിക്കരയിലുള്ള ദീപം ലോ അക്കാഡമിയുടെ LLB എൻട്രൻസ് ക്ലാസ്സുകൾ ഡിസ്കസ് ചെയ്യാനാണ്. നമുക്ക് നേരെ ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ലോകത്തിലെ ഏറ്റവും വലിയ ഉപനിഷത്ത് ഏതാണെന്ന് അറിയാമോ? ലോകത്തിലെ ഏറ്റവും വലിയ ഉപനിഷത്ത് ഏതാണ്? ബൃഹദാരണ്യകോപനിഷത്താണ്. ബൃഹദാരണ്യകോപനിഷത്താണ് ലാർജസ്റ്റ് ഉപനിഷത്ത് ഓഫ് ദ വേൾഡ്. ആൻസർ ബൃഹദാരണ്യകോപനിഷത്ത്. ബൃഹദാരണ്യകോപനിഷത്ത്. അതുപോലെ പറയുകയാണ് ബൃഹദാരണ്യകോപനിഷത്ത് അഹം ബ്രഹ്മാസ്മി എടുത്തിരിക്കുന്നത് എവിടെ നിന്നാണ്? അഹം ബ്രഹ്മാസ്മി എടുത്തിരിക്കുന്നത് എവിടെ നിന്നാണ്? ബൃഹദാരണ്യകോപനിഷത്തിൽ നിന്നാണ്. അഹം ബ്രഹ്മാസ്മി വാസ് ടേക്കൺ ഫ്രം ബൃഹദാരണ്യകോപനിഷത്ത്. അതുപോലെ പറയുകയാണെങ്കിൽ എത്ര ഉപനിഷത്തുണ്ട്? 108 ഉപനിഷത്തുകൾ. 108 ഉപനിഷത്ത്. there are 108 ഉപനിഷത്ത് ഓഫ് ദ വേൾഡ്. 108 ഉപനിഷത്തുകൾ. അതുപോലെ ലോകത്തിലെ ഏറ്റവും ചെറിയ ഉപനിഷത്ത് ഏതാണ്? മാണ്ഡൂക്യോപനിഷത്ത്. സ്മാളസ്റ്റ് ഉപനിഷത്ത് ഓഫ് ദ വേൾഡ്. ആൻസർ മാണ്ഡൂക്യോപനിഷത്ത്. മാണ്ഡൂക്യോപനിഷത്ത്. അതുപോലെ പറയുകയാണെങ്കിൽ ഏറ്റവും പഴക്കമുള്ള ഉപനിഷത്ത് ഏതാണ്? ചാന്തോഗ്യോപനിഷത്ത്. ഓൾഡസ്റ്റ് ഉപനിഷത്ത് ഓഫ് ദ വേൾഡ്. ആൻസർ ചാന്തോഗ്യോപനിഷത്ത്. ചാന്തോഗ്യോപനിഷത്ത്. തത്വമസി എടുത്തിരിക്കുന്ന എവിടുന്നാണ്? തത്വമസി എടുത്തിരിക്കുന്ന എവിടുന്നാണ്? ചാന്തോഗ്യോപനിഷത്ത്. തത്വമസി വാസ് ടേക്കൺ ഫ്രം ചാന്തോഗ്യോപനിഷത്ത്. ചാന്തോഗ്യോപനിഷത്ത്. അതുപോലെ സത്യമേവ ജയതേ എടുത്തിരിക്കുന്ന എവിടുന്നാണ്? സത്യമേവ ജയതേ എടുത്തിരിക്കുന്ന എവിടുന്നാണ്? മുണ്ടകോപനിഷത്ത്. മുണ്ടകോപനിഷത്ത്. സത്യമേവ ജയതേ വാസ് ടേക്കൺ ഫ്രം മുണ്ടകോപനിഷത്ത്. സത്യമേവ ജയതേ എന്ന് എഴുതി വെച്ചിരിക്കുന്ന എവിടെയാണ്? കേരള ഹൈക്കോടതിയിലാണ്. അതുപോലെ സാരാനാഥിലുള്ള അശോക സ്തംഭത്തിൽ നിന്നുമാണ് സത്യമേവ ജയതേ എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അതുപോലെ തത്വമസി എന്ന് എഴുതി വെച്ചിരിക്കുന്നത് എവിടെയാണ്? തത്വമസി എന്ന് എഴുതി വെച്ചിരിക്കുന്നത് ശബരിമലയിലാണ്. എവിടെയാണ്? ശബരിമലയിലാണ്. ലോകാസമസ്ത സുഖിനോ ഭവന്തു. ലോകാസമസ്ത സുഖിനോ ഭവന്തു എവിടെ നിന്ന് എടുത്തിരിക്കുന്നു? ലോകാസമസ്ത സുഖിനോ ഭവന്തു എടുത്തിരിക്കുന്നത് എവിടുന്നാണ്? മനുസ്മൃതി. എവിടെ നിന്നാണ്? മനുസ്മൃതിയിൽ നിന്നുമാണ്. ലോകാസമസ്ത സുഖിനോ ഭവന്തു വാസ് ടേക്കൺ ഫ്രം മനുസ്മൃതി. ഉപനിഷത്ത് റിട്ടൺ ഇൻ സാൻസ്ക്രിറ്റ് ലാംഗ്വേജ്. സംസ്കൃത ഭാഷയിലാണ് ഉപനിഷത്തുകൾ എഴുതിയിരിക്കുന്നത്. അതുപോലെ പറയുകയാണെങ്കിൽ ഏഷ്യൻ്റ് ലോഗീവർ ഓഫ് ഏഷ്യൻ്റ് ഇന്ത്യ. പുരാതന ഭാരതത്തിലെ നിയമനിർമ്മാതാവാണ് ആര്? മനുവാണ് മനുസ്മൃതി എഴുതിയിരിക്കുന്നത്. ഇൻ ഇന്ത്യ ഫസ്റ്റ് ബുക്ക് ഗീവ്സ് മോസ്റ്റ് ഇമ്പോർട്ടൻസ് ടു വുമൻ ഓഫ് Manusmriti gives most importance to women in India. കേട്ടോ? മനുസ്മൃതി വാസ് ദ ഫസ്റ്റ് ബുക്ക് ഗീവ്സ് മോസ്റ്റ് ഇമ്പോർട്ടൻസ് ടു വുമൻ ഇൻ ഇന്ത്യ. ഇന്ത്യയിൽ ആദ്യമായിട്ട് സ്ത്രീക്ക് പ്രാതിനിധ്യം നൽകിയ ആദ്യത്തെ ഗ്രന്ഥം ഏതാണ്? മനുസ്മൃതിയാണ്. അതുപോലെ ആധുനിക മനു എന്നറിയപ്പെടുന്ന ആരാണ്? ആധുനിക മനു ഡോക്ടർ BR അംബേദ്കർ ആണ്. ഡോക്ടർ BR അംബേദ്കർ ഈസ് നോൺ ആസ് modern Manu.